കോഴിക്കോട് ബ്രഹ്മസ്ഥാനത്തിന്റെ 33-ാം വാർഷികാഘോഷം മെയ് 31 മുതൽ ജൂൺ 1 വരെ വെള്ളിമാട് കുന്ന് മാതാമൃതാനന്ദമയി മഠത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷത്തിൽ മാതാമൃതാനന്ദമയി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദർശനവും പ്രഭാഷണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് 2 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാനത്ത് 6 വർഷങ്ങൾക്ക് ശേഷം അമ്മ ബ്രഹ്മസ്ഥാനത്ത് എത്തിച്ചേരുകയാണ്. അമ്മ വരുന്നത് മംഗലാപുരത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ 30-ാം തീയതി ഇവിടെ വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. 4-5 മണിക്ക് ഏകദേശം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സ്വീകരണ പരിപാടി നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ ദർശന പരിപാടിയും മറ്റും തുടങ്ങുന്നത് 31 മെയ് 31 അതുപോലെ ജൂൺ 1 തീയതികളിലാണ്. 31-ാം തീയതി രാവിലത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ യജ്ഞശാലയില് ഭദ്രദീപം കൊളുത്തിക്കൊണ്ടുള്ള മാനസപൂജ അർച്ചനയും ലളിതാ സഹസ്രനാമ അർച്ചനയും അതിലൂടെയാണ് തുടക്കം ഉണ്ടാകുക. അതിനുശേഷം രാഹു ദോഷ നിവാരണ പൂജ അത് കഴിഞ്ഞാൽ ഉണ്ടാവും. രാഹുദോഷ നിവാരണ പൂജയ്ക്ക് ശേഷം ഒരു സത്സംഗം ഉണ്ടാവും. സത്സംഗത്തിന് ശേഷം അമ്മ ഏകദേശം ഒരു രാവിലെ 10:30 യജ്ഞശാലയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10:30-ക്കും 11-നും ഇടയ്ക്കായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഹാരാർപ്പണം ചെയ്തുകൊണ്ട് അമ്മയെ സ്വീകരിക്കുന്ന ഒരു ചെറിയ ചടങ്ങായിരിക്കും അതിലുണ്ടാകുക. കോഴിക്കോട് വെള്ളിമാട് കുന്ന് അമൃത വിദ്യാലയത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഠാധിപതി വിവേകാമൃതാനന്ദപുരി, അഡ്വക്കേറ്റ് PK ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, MP പ്രദീപ് കുമാർ, വിനയദാസ്, NB സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു.